ഹായ് ഗായ്സ്, ഞാൻ അവനി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പാർട്ട് 1 വീഡിയോൻ്റെ ഒരു ചെറിയ റീക്യാപ്പ് കണ്ടിട്ട് തുടങ്ങാം. നമ്മുടെ പാർട്ട് ആദ്യമേ തന്നെ എല്ലാവരോടും 1000 നന്ദി കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വീഡിയോയ്ക്ക് കിട്ടിയ ഒത്തിരി സ്നേഹത്തിന് വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഈ സെക്കൻഡ് വീഡിയോ ചെയ്യാൻ ഭയങ്കര നെർവസ്നെസ് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാവും, ഫസ്റ്റ് വീഡിയോനെ കടത്തി വിടാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഈ ചെറിയ ഡിലേ. അയ്യോ, ഞാനങ്ങ് സംസാരിച്ച് കുറേ പോയില്ലേ. അപ്പം നമ്മൾ ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കബാനാസിലാട്ടോ വരാറ്. ഇവിടെ ഗസ്റ്റുകൾക്ക് മാത്രം പ്രവേശനമുള്ളൂ. കബാനാസിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവൈലബിൾ ആണ്. ഡിന്നറിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഓഫീസർ മെസ്സ് ഉണ്ട്. പിന്നെ ഗസ്റ്റുകൾക്കാണെങ്കിൽ അവർക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒന്ന് നോക്കിയാലോ അല്ലേ. ആദ്യമേ തന്നെ ഞാൻ ഓടിച്ചാടി പോയതായിരുന്നു കേട്ടോ നമ്മുടെ കൺസിയേർജ് ലോഞ്ചിലേക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ പ്രീമിയം ഗസ്റ്റുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പ്രീമിയം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് റൂമുകൾ വാങ്ങിയ ഗസ്റ്റുകൾ. അതായത് ഒരു ദിവസത്തേക്ക് 10 ലക്ഷം ഒക്കെ കൊടുക്കണ ഗസ്റ്റുകളില്ലേ, അങ്ങനത്തെ സ്വീറ്റ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ഉണ്ടാക്കണുണ്ടേ. അപ്പം ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഫുഡ് വേറെ എവിടെയും ഷിപ്പിൽ കിട്ടില്ല. പിന്നെ ഇത് 4 മണിക്കൂറിനെക്കാട്ടിൽ കൂടുതൽ ഇവിടെ വെക്കാൻ പാടില്ല എന്നുണ്ട്. അത് പിന്നെ ഫുൾ ഷിപ്പിൻ്റെ ഒരേ ഒരു റൂളാണ്. അതെന്തും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് കളയണം അങ്ങനെ. ഇനി നമ്മൾ കൺസിയേർജ് ലോഞ്ചിൻ്റെ വേറൊരു വശത്തേക്കാട്ടോ കയറി പോകണം. ഈ ഒരു ഏരിയ പാർഷ്യലി ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടുന്ന് വ്യൂ എന്ന് പറയണത് ഒരു സ്വിമ്മിങ് പൂളും സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു ബെവറേജ് ഏരിയയും പിന്നെ നമ്മുടെ കോഫ് കഫേ, ലാസ്റ്റ് ഏരിയയിൽ കണ്ടില്ലേ കോഫ് കഫേ, അതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ താഴേക്ക്. ഓക്കെ, നമ്മുടെ ലോബി ഏരിയം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അതിലത്തെ ഈ ട്രൈറ്റൺ റെസ്റ്റോറൻറ്റ് എത്ര പേർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഏതാണ് ഗൈസ് നമ്മളുടെ ട്രൈറ്റൺ റെസ്റ്റോറൻറ്റ്? ഡെക്ക് 3യിൽ നമ്മൾ നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാണുന്നതാട്ടോ ഈ റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ നേരെ കാണുന്ന ഏരിയലിൻ്റെ ഒരു സ്റ്റാച്ചു ഇല്ലേ, ആ സ്റ്റാച്ചുവിനെ തീം ചെയ്തിട്ടാട്ടോ ഈ ഫുൾ ഷിപ്പിനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ദ മെർമെയ്ഡ് സിനിമയിലത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സിനെയോ എന്തിനെങ്കിലും കണ്ടാൽ കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഈ ഏരിയലിൻ്റെ അച്ഛൻ്റെ പേരാട്ടോ ഈ ട്രൈറ്റൺ എന്ന്. അപ്പോൾ ആ ഒരു പേരാണ് ഈ റെസ്റ്റോറൻറ്റിന് നേരെ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്നി ക്യാരക്ടേഴ്സ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് സർപ്രൈസ് ചെയ്ത് ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെയും കാഴ്ചവെക്കും. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പിന്നെ പോകാൻ ഉദ്ദേശവും ഇല്ലായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല എന്നാട്ടോ പറയണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോകണം. ആ നേരെ പോണത് വഴിയിൽ കാണുന്നതാണ് നമ്മളുടെ നെക്സ്റ്റ് 2 റെസ്റ്റോറൻറ്റ് അല്ല, ഒരെണ്ണം ലോഞ്ചാണ്, പിന്നെ വേറെ ഒരെണ്ണം ടിയാനാസ് പ്ലേസ്. ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രഞ്ച് ക്വാർട്ടർ ലോഞ്ചിലെത്തി ഗൈസ്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. അങ്ങനെ പ്രത്യേകിച്ച് വാതിലൊന്നുമില്ല കേട്ടോ ഇതിൽ കയറി പോകാൻ. ഇത് നടന്നു പോകുമ്പോഴായാലും നമുക്ക് വഴിയിൽ ഇത് കാണാം അകത്ത് എന്തൊക്കെയാണ് നടക്കണേ. ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ പ്രിൻസസ് ആൻഡ് ദ ഫ്രോഗ് സിനിമ കണ്ടിട്ടില്ലേ ഡിസ്നിയുടെ, ആ ഒരു സിനിമയുടെ തീം വെച്ചിട്ടാട്ടോ ആ മതിലിൽ വരച്ച പെയിൻറ്റിങ്ങില്ലേ ഷാഡോ മാൻ്റെ, അതാണ് എന്നെ ക്ലിക്ക് ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും ആ മാലകളൊക്കെ ഇങ്ങനെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു മേലെ. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെ ട്രിവ്യാസും പിന്നെ എന്താ പറയുക ക്രാഫ്റ്റ് സെഷനും ഡ്രോയിങ് സെഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പോയ സമയത്ത് അവിടെ എന്തോ ആക്ടിവിറ്റി നടക്കണമായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒട്ടും മിസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ക്രാഫ്റ്റും ഡ്രോയിങ്ങും ഒക്കെയും ചെയ്യാൻ.
വലിയ നന്നായിട്ടൊന്നും വരയ്ക്കുന്നില്ല, എങ്കിലും ഇതൊക്കെ ചെയ്യാവുള്ളൊരു ഇഷ്ടം കൊണ്ട്. പിന്നെ ഞാൻ കണ്ണാട്ടിനെയും കൊണ്ടും ചെയ്യിച്ചിട്ടോ, എൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നന്നായി വരയ്ക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ. ഇനിയാണ് ഗൈസ് നമ്മൾ ടിയാനാസ് പ്ലേസിലേക്ക് പോകണം. ഇതാണ് ടിപ്പിക്കലി നമ്മുടെ പ്രിൻസസ് ആൻഡ് ദ ഫ്രോഗ് സിനിമേനെ തീം ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ കൂട്ടിക്കോ നമ്മുടെ ഫ്രഞ്ച് ക്വാർട്ടർ ലോഞ്ച്. അപ്പം ഇവിടെ ഒരു ചെറിയ പരിപാടി നടക്കണ്ടായിരുന്നു കേട്ടോ, അത് നമുക്ക് കാണാം. ഡ്രസ്സിൽ കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ പ്രിൻസസ് ടിയാന. ഞാൻ ആളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടേ. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ പ്രിൻസസ് ടിയാന വന്നിങ്ങനെ പെർഫോം ചെയ്യാറുള്ളൂ. എൻ്റെ ദുർഭാഗ്യവശാൽ ഞാൻ പോയ ദിവസം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചുമ്മാ പോയി ഫുഡ് കഴിച്ചു വന്നു. ഇതാണ് നമ്മുടെ ആനിമേറ്റേഴ്സ് പാലറ്റ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? അകത്ത് കുറച്ച് സ്ക്രീനുകളുണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ എന്തെങ്കിലും തരം ഡ്രോയിങ്ങോ ക്രാഫ്റ്റോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സെയിം ഐറ്റംസ് നമ്മൾക്കും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ പൊതുവേ ഫോണിൽ നോക്കിയിരുന്ന് അങ്ങനെ സമയം കളയില്ലേ, അതിനെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഫാമിലിയായിട്ട് കുറച്ചുകൂടി എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇനീഷ്യേറ്റീവ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് എന്തെങ്കിലും തന്നെ ഡ്രോയിങ്ങോ ക്രാഫ്റ്റോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫുഡ് സെർവ് ചെയ്യും. അവരും ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അങ്ങനെ സംസാരിച്ചിരുന്ന് എനിക്ക് വിശന്ന് തുടങ്ങിയേ. അപ്പം ഞാൻ തിരിച്ച് നമ്മുടെ കബാനാസിൽ വന്നിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ. ഞാൻ ഡെയിലി കബാനാസിൽ വരാറില്ല ലഞ്ച് കഴിക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ വരാൻ കാരണം ഇവിടെ ഇന്ന് ഇന്ത്യൻ ഫുഡ് ഉണ്ട്, ഒരു ചെറിയ ഇന്ത്യൻ ഫുഡ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരാറ്, ഈ ഒരു ദിവസം മാത്രം. പിന്നെ ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. പലതരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറ്റണ ഫുഡാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് സീ ഫുഡിന് വേറെ കൗണ്ടർ ഉണ്ട്, മീറ്റിന് വേറെ കൗണ്ടർ, പിന്നെ ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അതിനും വേറെ കൗണ്ടർ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ നഗ്ഗറ്റ്സ്, ഫ്രൈസ്, നൂഡിൽസ്, അതിനും വേറൊരു കൗണ്ടറല്ല, ഇത് ഫുള്ളൊരു ബുഫേ പോലെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസേർട്സിനാണെങ്കിലും പലതരം വെറൈറ്റിയാണ്. ഞാൻ പറയട്ടെ, ഇത്ര അധികം ഫുഡ് അവരുടെ ഉണ്ടോ, ഇത് എവിടെ നിന്ന് വരുന്നോന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഡെയിലി ഇത്ര എമൗണ്ട് ഓഫ് ഫുഡ് അവരുണ്ടാക്കാറുണ്ട്. അപ്പം അതൊരു അത്ഭുതത്തിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്കാണ് അവരുടെ. കബാനാസിന് തൊട്ട് പുറത്ത് കിടക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഡേയ്സീസ്. ഇവിടെ എപ്പോഴും ഫ്രഷ് ഫ്രൂട്ട്സും സാൻഡ്വിച്ചസും റോളുകളും പിന്നെ റൈസ് ബോൾസ് ഉണ്ടാവാറുണ്ട്. നമുക്കായിട്ട് എന്ത് വേണമെങ്കിലും റൈസ് ബോൾസോ അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട് ബോൾസോ നമുക്കത് ഇൻസ്റ്റൻ്റായിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും വരാറുണ്ട്, കാരണം എനിക്ക് വിശന്ന ഞാൻ പ്രോസസ്ഡ് ഐറ്റംസ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്യണത് ഈ ഫ്രൂട്ട്സ് കഴിക്കാനാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ മുന്തിരി. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് പാലോ. ഇവിടെ പെർ ഹെഡിന് $60 വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 5000 രൂപയുടെ അടുത്ത് വരും കേട്ടോ ഒരാൾക്ക്. ഞാനെന്തോ ഇവിടെ വരാൻ കൺവിൻസ് ആവണ്ടായിരുന്നില്ല, പലരും എന്നോട് പോകാൻ പറഞ്ഞെങ്കിലും. പക്ഷേ മേ ബി ഞാൻ വേറെ ഏതെങ്കിലും ദിവസം പോവുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യണതായിരിക്കും കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ഇന്ന് പോകണമെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ പോകാൻ പറ്റില്ല കേട്ടോ. നമുക്കത് ഇതിന് തൊട്ട് മുന്നുള്ള ഒരു ക്രൂസിൽ പറഞ്ഞു വെക്കണം, ബുക്ക് ചെയ്ത് വെക്കണം നമ്മുടെ സ്ലോട്ട്. അങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ $10 വെച്ചിട്ട് പെർ ഹെഡ് വരുള്ളൂ. അതും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് വാങ്ങാം. ആ മെനുവിൽ കാണിക്കുന്ന ഫുഡിൻ്റെ പ്രൈസ് അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് എത്ര കഴിച്ചാലും കുറവ് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും $10 കൊടുക്കാവൂ. അതും ഗ്രാറ്റുവിറ്റിയാണ് കേട്ടോ വെയിറ്റേഴ്സിനുള്ളത്. ഇന്ന് ഇവിടെ ഹീറോസ് യുണൈറ്റഡ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ.
ഇതിൽ നമ്മുടെ മാർവൽ ഹീറോസ് ഡ്രസ്സപ്പ് ചെയ്തിട്ട് അടി ആക്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഷോവിൻ്റെ വേറൊരു വലിയ പ്രത്യേകതയാണ് ഫയർ വർക്ക്സ്. ആർക്കൊക്കെ അറിയാം ഈ ലോകത്ത് വൺ ആൻഡ് ഓൺലി ക്രൂസ് ലൈനിനെ ഫയർ വർക്ക്സ് കടലിൽ ചെയ്യാനുള്ള ഒരു അനുമതിയുള്ളൂ. അതാണ് നമ്മുടെ ഡിസ്നി ക്രൂസ് ലൈൻ. ഇതറിയാത്തവർ ഇന്ന് അറിഞ്ഞു വെച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുന്നു. വെറും നമ്മൾ റെസ്റ്റോറൻറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ കാണാതിരിക്കുന്നുണ്ട്. ഐ പ്രോമിസ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അതുവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺ. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റിലും പറയണേ. ഞാൻ ഇതെല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ബൈ.